1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂരിൽ ബാർ അസോസിയേഷന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബാണ് ബാർ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അഭിഭാഷകർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും പുതിയ കോടതികൾ വരുന്നത് ഗുണകരമാണെന്നും കോടതികളുടെ വികസനത്തിനാവശ്യമായ സൌകര്യങ്ങൾ ചെയ്യാൻ സന്തോഷമേയുള്ളൂവെന്നും എം പി പറഞ്ഞു. So that it is not only for the advocates, the benefit is for us also. For each and everything we have to go to Malappuram or Manjeri or wherever it is. And as our Excellency told, this is a place where it should be there, and I hope our judge will take more initiative from that. We are ready to give, not just like any other representative, we are ready to give land, we are ready to give building, everything we are. Maybe what happened in Condotte, I don't know what is the reason. Here also it is expensive, but there are people are in the wide, big, long, very big heart. People are ready. So only this one you have the, we want your blessings and recommendation to come here. We are ready to host any sort of court here. Thank you very much for coming. And I know that your flight is by 7 o'clock, 8 o'clock it is, 7:45. And no need to be a member of parliament or any MLA to get your flight. For everybody now the flight is on time. പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ കോടതി നിലമ്പൂരിൽ നേരത്തെ വരേണ്ടതായിരുന്നുവെന്നും ജനപ്രതിനിധികൾ കോടതി പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ താൽപര്യം കാണിക്കുന്നില്ലെന്നും ജില്ലാ ജഡ്ജ് പറഞ്ഞു. ഈ ആള് അലങ്കരിച്ചിരിക്കുന്നത് ഒരു കോടതി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു കോടതി സിറ്റിംഗ് നടത്താനുള്ള സൗകര്യമാണ്. ഒരു ചേംബറായിട്ടൊക്കെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഹാളായിട്ട് നമ്മളിത് കൊണ്ടുപോയി പോലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു കോടതി നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ദീർഘവീക്ഷണം. അത് വേണം. നിലമ്പൂര് വളരെ പൗരാണികമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കോടതി തുടങ്ങിയത് വളരെ മുൻപ് കൊണ്ടതായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഈ കോടതി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയില്ലെന്നുള്ളത്. എന്നെ മുമ്പിൽ ഈ പരാതിയോ പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെനിക്കൊരു അവസരം കിട്ടി, അത് നടത്തിയെടുക്കണം. ഞാൻ മാത്രം വിചാരിച്ച് നടക്കില്ല. പക്ഷേ അന്ന് അതൊരു സാഹചര്യം ഒത്തുവന്നു. പല കാര്യങ്ങളും ഇണങ്ങി വന്നതുകൊണ്ടാണ് മുനിസിപ്പൽ മജിസ്ട്രേറ്റിനെ രണ്ടാക്കി മുനിസിപ്പൽ സെപ്പറേറ്റ് മജിസ്ട്രേറ്റിനെ മാറ്റിയത്. അതുപോലെ തന്നെ അഡീഷണൽ കോടതി വരേണ്ട സ്ഥലമാണ് ഇവിടെ. എത്ര കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഈ സിസ്റ്റത്തിലേക്ക് വരേണ്ട, ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വരേണ്ട ഒരു സ്ഥലം മലപ്പുറം ജില്ലയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ജനങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഫയലിംഗും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ധാരാളം കോടതികളിലൂടെ വേണം. നമുക്ക് ഞാൻ കണ്ടിരിക്കുന്നത് അലംഭാവം കണ്ടിരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികൾ വലിയ താല്പര്യം സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടിയൊന്നും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കോടതി പലപ്പോഴും വരാത്തത്. കൊണ്ടോട്ടിയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതി വരാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷെ ഒരു ആൾക്കും താല്പര്യമില്ല. ഒരു കോടതി അവിടെ വരാനായിട്ട് പക്ഷെ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു MLA യാദർശ്ചികവശാൽ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്, അവിടെ കിട്ടില്ല. ഇതാണ് പറയുന്നത്, സ്ഥലം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസീല ബക്കർ, നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് KP ജോയ്, നിലമ്പൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ T പ്രസാദ്, അഭിഭാഷകരായ P ചാത്തുക്കുട്ടി, M ഹംസ കുരിക്കൽ, EKM അഷ്റഫ്, CC ദാനദാസ്, ക്ലാർക്സ് അസോസിയേഷൻ പ്രതിനിധി TP യൂസഫ് എന്നിവർ സംസാരിച്ചു. PV അബ്ദുൽ വഹാബ് MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപയും ബാർ അസോസിയേഷൻ 1.75 ലക്ഷം രൂപയും ചേർത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത്. നേരത്തെ ബാർ അസോസിയേഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ മുനിസിപ്പൽ കോടതി പ്രവർത്തിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.